പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 18-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 16 നാം ഇപ്രകാരം വായിക്കുന്നു: വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്ന അനേക അത്ഭുതങ്ങളിൽ, അടയാളങ്ങളിൽ, വിടുതലുകളിൽ, സൗഖ്യങ്ങളിൽ ഒരു സംഭവമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. യേശു ഇതാ കഫർന്നഭൂമിൽ എത്തി. അവിടെ പത്രോസിന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ആ മാതാവിന് സൗഖ്യം കൊടുത്ത് കഫർന്നഭൂമിലായപ്പോൾ യേശു അവിടെ ഉണ്ടേയെന്നും പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യമായി എന്നും ആ പ്രദേശത്ത് മുഴുവനും അറിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്ക് അനേകരെ അവിടെ കൊണ്ടുവന്നു. രോഗികൾ, പ്രയാസം അനുഭവിക്കുന്നവർ, വിവിധങ്ങളായിട്ടുള്ള ഭൂതഗ്രസ്തർ, സകലരെയും കൊണ്ടുവന്നു. യേശു അവരെ സൗഖ്യമാക്കി. എങ്ങനെയാണ്? വചനം കൊണ്ട്. യേശുവാകുന്ന വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദ്യ വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. യേശു വചനം കൊണ്ട് അവരെ സൗഖ്യമാക്കി. ഈ 18-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മിൽ പലരും പലവിധ രോഗങ്ങൾക്കും മനോവിഷമങ്ങൾക്കും ഭാരങ്ങൾക്കും ചില നാളുകളായി ചികിത്സിച്ചിട്ട് ഇതുവരെയും വേണ്ടവണ്ണം സൗഖ്യം ലഭിക്കാത്ത ചില അസ്വസ്ഥതകളാലും വ്യാകുലപ്പെടുന്നവരാ. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് വളരെ വ്യക്തമായി പറയുന്നു: യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. നമുക്ക് യാതൊരു വിധങ്ങളിലുള്ള മറ്റ് നൂതന മാർഗങ്ങളോ കുറുക്കു വഴികളോ ഒന്നും കൊണ്ടല്ല സൗഖ്യം ലഭ്യമാകുന്നത്. മറിച്ച് ജീവന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്താൽ എനിക്കും നിങ്ങൾക്കും സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഏതുവിധ വിഷമത്താൽ ഭാരപ്പെട്ട് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്നുവോ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷമങ്ങൾ എനിക്കറിയുകയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളത് ദൈവത്തോട് ഏറ്റുപറയുക. കർത്താവ് ആ വിഷമത്തിന്മേൽ, ഭാരത്തിന്മേൽ, രോഗത്തിന്മേൽ, നാളുകളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകലവിധ പോരാട്ടങ്ങളിന്മേൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എല്ലാമുണ്ട്. ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്തത്, ഉറങ്ങുവാൻ പറ്റാത്തത്, സ്വസ്ഥതയോടെ ഇരിക്കുവാൻ പറ്റാത്തത്. ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ചെയ്യണം, അത് ചെയ്യുമ്പോൾ കിടക്കണം, കിടക്കുമ്പോൾ നടക്കണം, നടക്കുമ്പോൾ ഇരിക്കണം, അന്നേരം ഒരാളെ വിളിക്കണം, വിളിക്കാൻ തോന്നുമ്പോൾ വിരസത തോന്നി കോൾ കട്ട് ചെയ്യുന്നു എന്നിത്യാദി പലവിധ പോരാട്ടങ്ങളാൽ വ്യാകുലപ്പെട്ട് ഭവനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷണ്ണരായി ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവപൈതലേ, ദൈവത്തിന്റെ വചനം കൊണ്ട് സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ലോകത്തിലെ ഒരു വൈദ്യനും മാറ്റാൻ പറ്റാത്തത്, ഒരു മരുന്നിനും മാറ്റാൻ പറ്റാത്തത് ഉയരത്തിലെ വലിയ വൈദ്യനായ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിങ്ങൾക്കൊക്കെ പരിപൂർണ വിടുതലും സൗഖ്യവും നൽകട്ടെ. ആകയാൽ
ഏത് വിഷമത്തിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ഏത് വൈദ്യനെ കൊണ്ട് ചികിത്സിച്ചിട്ടും ഇതുവരെയും മാറാത്ത അസ്വസ്ഥതയായി ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏത് അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും. ഇതൊരു രോഗവിഷയം മാത്രമല്ല, മാനസിക വിഷയം മാത്രമല്ല, നിങ്ങളുടെ കുടുംബ വിഷയം മാത്രമല്ല, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സുഗമമായ ജീവിത യാത്രയെ തടസ്സപ്പെടുത്തുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കെട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ, നിങ്ങൾ നന്നായി മുൻപോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വരുന്ന തടസ്സങ്ങൾ എന്നിത്യാദിയുള്ള സകലവിധ ബന്ധനങ്ങളെയും പോരാട്ടങ്ങളെയും മാറ്റുവാൻ ഇന്ന് കർത്താവ് മതിയായവനാ. അത് യാതൊരു കുറുക്കു വഴിയോ എളുപ്പ വഴിയോ കൊണ്ടല്ല, വചനം കൊണ്ട് വിടുവിക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പരിപൂർണ വിടുതലും സൗഖ്യവും നൽകട്ടെ. മനോവിഷമങ്ങൾ നിങ്ങൾ ഈ ലോകത്തിൽ ആരോടും പറയണ്ട, നമുക്ക് പറയുവാൻ ഒരാളുണ്ട്. ആ കർത്താവ് പരിപൂർണ വിടുതൽ നിങ്ങൾക്ക് നൽകും. അത് വചനം കൊണ്ട് നൽകുന്നതിനാൽ അത് വീണ്ടും നിങ്ങളെ പിടിക്കുവാൻ കഴിയുകയില്ല. അത് എന്നേക്കുമായി പരിപൂർണ വിടുതലായി മാറും, സൗഖ്യമായി മാറും. അങ്ങനെ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നിത്യമായ വിടുതൽ, നിത്യമായ സൗഖ്യം, നിത്യമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ സർവേശ്വരൻ നൽകി കൃപയോടെ നടത്തട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരുവാൻ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ അടുക്കൽ സകലവിധ രോഗികളും ദുഃഖിതരും ഭൂതഗ്രസ്തരും വന്നപ്പോൾ വചനം കൊണ്ട് അവരെ സൗഖ്യമാക്കി വിടുതൽ നൽകിയെന്ന് ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ. ഇതാ ഞങ്ങൾ വേദനയോടെ, ഭാരത്തോടെ, ആത്മവേദനയോടെ കടന്നു വരുന്നു. വിടുതലും സൗഖ്യവും നിത്യ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമാക്കി തീർക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ പരിപൂർണമായ വിടുതലും സൗഖ്യവും ഏത് രോഗത്തിനും, എന്ത് വിഷയത്തിനും, ഏതുവിധ പൈശാചിക ബന്ധന പോരാട്ടങ്ങൾക്കും തരുവാൻ കർത്താവ് മതിയായവനാണ്. അതെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷ യേശുക്രിസ്തുവിലാണ്. ആ കർത്താവ്